ബിഗ് ബോസ് മലയാളത്തിന്റെ 6 സീസണുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടധികം കോംബോസ് നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ വർക്കൗട്ട് ആവുന്നതും പൊട്ടിപ്പാളീസ് ആവുന്നതും ഈ ഒരു സീസണിൽ ഉൾപ്പെടെ കണ്ടൊരു കാര്യമാണ്. ആദ്യത്തെ സീസണിൽ ശ്രീനേഷും പേളിയുമാണ് ഈ പറയുന്ന കോംബോ എന്നൊരു കാര്യം മുന്നോട്ട് വയ്ക്കുന്നതും അതേ തുടർന്ന് ഒരുപാട് പേര് ലവും അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പും സഹോദരൻ സഹോദരി അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കോംബോസ് ഈ ഒരു 6 സീസണുകൾക്കുള്ളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഇത്ര നാളായിട്ടും ആർക്കും ലഭിക്കാത്ത അത്രയും വലിയൊരു അച്ചീവ്മെന്റ് ആണ് അർജുൻ ശ്രീതു എന്ന് പറയുന്ന ശ്രീജുൻ കോംബോവിന് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ബിഹൈൻഡ് ദ വുഡിന്റെ ബെസ്റ്റ് ട്രെൻഡിങ് കപ്പിൾ എന്ന് പറഞ്ഞ അവാർഡാണ് നമ്മുടെ അർജുനെയും ശ്രീതുവിനെയും തേടിയെത്തിയിരിക്കുന്നത്. ബിഗ് ബോസിൽ അർജുന്റെയും ശ്രീതുവിന്റെയും ആ ഒരു കോംബോ അവർ തമ്മിലുള്ള കോൺവെർസേഷനും അവരുടെ ബിഗ് ബോസ് ഹൗസിലെ പെർഫോമൻസും അടിസ്ഥാനമാക്കിയിട്ടാണ് ബിഹൈൻഡ് ദ വുഡിന്റെ ബെസ്റ്റ് ട്രെൻഡിങ് കപ്പിൾ എന്ന അവാർഡ് ശ്രീധുവിനെയും അർജുനെയും തേടിയെത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടൊന്നും ബിഹൈൻഡ് ദ വുഡിന്റെ അവാർഡ് കിട്ടില്ല. കാരണം ബിഹൈൻഡ് ദ വുഡ് എന്ന് പറയുന്നത് തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ അങ്ങനെ ഒരുപാട് ഭാഷകളിൽ പല സൂപ്പർ സ്റ്റാർസിനെയും വെച്ച് അല്ലെങ്കിൽ നടീ നടന്മാരെ വെച്ചിട്ട് പല വിധത്തിലുള്ള സ്റ്റേജ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്ന വളരെ വലിയൊരു കമ്പനിയാണ്, വളരെ വലിയൊരു ചാനലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ ഒരു അവാർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ അർജുനും ശ്രീതുവും എത്രമാത്രം ഇമ്പാക്റ്റ് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ വഴി നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കൊന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തൊക്കെയാണെങ്കിലും ഒരുപാട് സെലിബ്രിറ്റീസ് അടങ്ങിയ ആ ഒരു പ്രോഗ്രാമിൽ അർജുനും ശ്രീതുവും ബിഹൈൻഡ് ദ വുഡിന്റെ ട്രെൻഡിങ് കപ്പിൾ എന്ന അല്ലെങ്കിൽ ട്രെൻഡിങ് പെയർ എന്ന ആ ഒരു അവാർഡ് വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റേജിൽ വെച്ചിട്ട് അർജുൻ ശ്രീതു തമ്മിൽ ഡാൻസ് ഉണ്ടായിരുന്നു. അർജുൻ ശ്രീതുവിന് എടുത്ത് പൊക്കുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങിൽ ഓടുന്നുണ്ട്. ഐഡിയ സ്റ്റാർ സിംഗറിന്റെ ഭാഗമായിട്ട് അർജുനും ശ്രീതുവും വന്ന സമയത്തും അവിടെ അർജുനും ശ്രീതുവും തമ്മിലുള്ള ഒരു ആക്ടിങ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ട്രെൻഡിങ്ങിൽ മാറുന്നുണ്ടായിരുന്നു. നമ്മുടെ ശ്രീതു അർജുനെ ഹഗ് ചെയ്യുന്നതെല്ലാനും നല്ല രീതിയിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതും നല്ല രീതിയിൽ തന്നെ ഒരുപാട് പേര് ഈ ഒരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്. അർജുൻ തന്നെയാണ് സ്വന്തം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ ബിഹൈൻഡ് ദ വുഡിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ട്രെൻഡിങ് പെയർ എന്നുള്ള അവാർഡ് ഞങ്ങൾക്ക് കിട്ടി എന്നുള്ള കാര്യം അർജുൻ തന്നെയാണ് തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി അറിയിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാടധികം വീഡിയോസും കാര്യങ്ങളും അർജുൻ ശ്രീധുവിനെടുത്ത് പൊക്കുന്നതും ഡാൻസ് ചെയ്യുന്നതും അങ്ങനെ ഒരുപാട് വീഡിയോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ റീച്ച് ആവുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഒരുപാട് സന്തോഷം. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ ഓൾ ഇന്ത്യ ലെവലിൽ ഇത്രയും നല്ല രീതിയിൽ എത്തിപ്പെടുകയും അതുപോലെ തന്നെ അതിൽ വന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്ത 2 കണ്ടസ്റ്റൻസിന് അവരുടേതായിട്ടുള്ള സ്ഥാനം അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ആ ഒരു അച്ചീവ്മെന്റ് കിട്ടിയതിലും ഒരുപാടധികം സന്തോഷമുണ്ട്. ഇനിയപ്പോ ചോദ്യങ്ങളായിട്ട് ഒരുപാട് പേര് മുന്നോട്ട് വരും. അർജുനും ശ്രീധുവും ഇനി മുന്നോട്ട് പോകുന്ന നാളുകളിൽ ഒന്നിക്കുമോ, ഇവർ തമ്മിൽ കല്യാണം കഴിക്കുമോ, അതൊന്നും നമുക്കറിയില്ല. അർജുന്റെയും ശ്രീധുവിന്റെയും സ്വകാര്യ ജീവിതമാണത്. എന്തൊക്കെയാണെങ്കിലും ബിഹൈൻഡ് ദ വുഡിന്റെ ബെസ്റ്റ് ട്രെൻഡിങ് പെയർ എന്നുള്ള ഒരു അവാർഡ് ബിഗ് ബോസിന്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടിയതിൽ വളരെ വലിയ സന്തോഷം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. ബിഗ് ബോസ് മലയാളത്തിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്